ഉണ്ടാക്കാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതേപോലെ തന്നെ നമ്മൾക്ക് ഡിന്നറായോ സ്നാക്സ് ആയോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവമാണ്. അതായത് അതിന് ആകെ കൂടെ വേണ്ടത് 1 കപ്പ് റവ, 1 ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിൽ കൂടുതൽ ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. ആകെ 1/2 ടീസ്പൂൺ ഓയിൽ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ അത് ഡീപ് ഫ്രൈ ഒന്നുമല്ല ചെയ്യണത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അത് ഉണ്ടാക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൂടെ മിക്സിയിൽ അടിക്കണ ആ ഒരു സമയം മാത്രമേ ഇതിന് ആവണുള്ളൂ. പിന്നെ കുക്കിംഗ് ടൈമും അത്ര മാത്രമേ ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാനും എളുപ്പമാണ്. പക്ഷെ സ്വാദാണെങ്കിലോ അടിപൊളിയാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. വെള്ളം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ, കുറയരുത്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരു 10 മിനിറ്റ് ശേഷം വെച്ചതിന് ശേഷം നമ്മളത് ഊറ്റിക്കളയും. അതിന് ശേഷമാണ് നമ്മളത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഈനോ നമ്മൾ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ അത് പാക്കറ്റ് വാങ്ങുന്നതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് ഞാനിതിൽ യൂസ് ചെയ്യാൻ പോണത്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ പാക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി 9 റുപ്പീസാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് ഇതേപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾക്ക് സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സിട്രിക് ആസിഡാണ് എടുത്തേക്കണത്. സിട്രിക് ആസിഡ് നമ്മൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. 38 രൂപയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം സിട്രിക് ആസിഡ് ക്രിസ്റ്റൽ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും ഇങ്ങനെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അതിന് പകരം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മൾക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈനോ ഇവിടെ തയ്യാറായി. ഈ കുതിർത്ത് വെച്ചേക്കണ റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നുറുക്കിയതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കൂടുതൽ വെള്ളം ചേർക്കരുത്. വെള്ളം കൂടിയാൽ അപ്പം ഒട്ടും ശരിയായിട്ട് കിട്ടൂല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ കിണ്ണാണ് എടുത്തേക്കണത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ അപ്പച്ചെമ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളും അതേപോലെ തന്നെ ചെയ്യണം. കാരണം ചൂടായിട്ടുള്ള ഒരു അപ്പച്ചെമ്പിലേക്കോ സ്റ്റീമറിലേക്കോ ഇത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അപ്പം നന്നായിട്ട് പൊന്തി വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ഇനോ ഇല്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇനോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡോവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കുക. ഭയങ്കര ഹാർഡായിട്ട് ഇളക്കരുത്. ഹാർഡായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പതയൊക്കെ താഴ്ന്നു പോകും. അതേപോലെ തന്നെ നമ്മൾ ഇളക്കിയതിന് ശേഷം കുറേ സമയം വെക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ
ഒരു പാത്രത്തിലേക്ക്, ഞാനിപ്പോൾ ഒരു മയം പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീൽ കിണ്ണാണ് എടുത്തേക്കണത്, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇനി ഇത് ഒരു ആവിയിൽ വേവിച്ചെടുക്കണം. 20 to 25 മിനിറ്റ്സ് വേണം ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇപ്പം നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല കേക്കൊക്കെ പോലെ നല്ല ആരെടുത്ത ഇതായിട്ട് സ്പഞ്ച് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ടേസ്റ്റുമാണ്, പിന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനായി ഒരു ഫ്രൈ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കണം ഈ അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഫുള്ള് ഈ മുളക് അതിലേക്ക് പിടിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ലൊരു ഭംഗിയാണ്, അതേപോലെ തന്നെയാണ് ടേസ്റ്റും. നമ്മൾ ആദ്യം ആവിയിൽ വേവിച്ചെടുത്ത അത് അങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മത് കഴിക്കുമ്പോൾ നല്ല എരി ഉണ്ടാകും. നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ വിഭവങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ ആരെങ്കിലും ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.